മലയാള സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അങ്ങേയറ്റം വേദനാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനും ഹാസ്യ സാമ്രാട്ടുമായ സലീം കുമാർ ഓർമ്മയായിരിക്കുന്നു. ശാരീരിക അവശതകളെ തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിൻ്റെ അന്ത്യം അല്പം മുമ്പാണ് സംഭവിച്ചത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കരൾ സംബന്ധമായ രോഗബാധയെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷവും പൊതുവേദിയിൽ സജീവമായിരുന്ന അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇന്ന് പുലർച്ചെയോടെ അതീവ ഗുരുതരമാവുകയും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. പ്രിയതാരം ജീവിതത്തിലേക്ക് മടങ്ങിവരുമെന്ന പ്രതീക്ഷയിലായിരുന്ന ആരാധകരെയും സഹപ്രവർത്തകരെയും നിരാശയിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ആ വിയോഗ വാർത്ത എത്തിയിരിക്കുന്നത്. മിമിക്രി വേദികളിൽ നിന്ന് തുടങ്ങി 3 പതിറ്റാണ്ട് കാലം മലയാള സിനിമയുടെ നിറസാന്നിധ്യമായി മാറിയ പ്രതിഭയായിരുന്നു സലീം കുമാർ. 300-ലേറെ സിനിമകളിൽ അദ്ദേഹം വേഷമണിഞ്ഞു. കൊടുകുട ചിരിപ്പിച്ച ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ അദ്ദേഹം പിന്നീട് നമ്മെ ഈറനണിയിച്ച മികച്ച സ്വഭാവ നടനായും സ്വയം അടയാളപ്പെടുത്തി. ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിലൂടെ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തുകയും ചെയ്തു. അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച 2ാമത്തെ നടനുള്ള പുരസ്കാരവും അദ്ദേഹം നേടിയെടുത്തു. സിനിമാ രംഗത്ത് മാത്രമല്ല, രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലും ലളിതമായ പെരുമാറ്റം കൊണ്ട് വലിയൊരു സുഹൃദാലയം കാത്തുസൂക്ഷിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. നാട്യങ്ങളില്ലാത്ത ആ ലാളിത്യം തന്നെയാണ് സലീം കുമാറിനെ മലയാളികൾക്ക് സ്വന്തം കുടുംബാംഗത്തെ പോലെ പ്രിയങ്കരനാക്കിയത്. ചിരിയുടെ ആ രാജാവ് ഇനി നമുക്കിടയിലില്ലെങ്കിലും അദ്ദേഹം സമ്മാനിച്ച അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെ സലീം കുമാർ എക്കാലവും മലയാളികളുടെ മനസ്സിൽ ജീവിക്കും.